നമസ്കാരം. മൂകാംബിക അമ്മയുടെ ക്ഷേത്രത്തില് ഒരു ചേച്ചിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ ഇപ്പോൾ പറയാൻ പോകുന്നത്. മൂകാംബിക അമ്മയുടെ ക്ഷേത്രത്തില് നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിത് വീഡിയോ ആക്കി ചിത്രീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചേച്ചിയുടെ അനുഭവം എന്ന് പറയുന്നത്, ആദ്യമായിട്ടാണ് ആ ഒരു ചേച്ചി അമ്മയെ തൊഴാനായിട്ട് പോകുന്നത്. ആദ്യ ദിവസമാണ്. അവിടത്തെ കുറിച്ചോ ക്ഷേത്രത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ല. എത്ര മണിക്ക് നട തുറക്കുമെന്നോ അടയ്ക്കുമെന്നോ അറിയില്ല. എല്ലാം അമ്മയിൽ അർപ്പിച്ച് യാത്ര തുടർന്നു. ഭർത്താവും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അവരുടെ കുടുംബം. അങ്ങനെ അവിടെ ചെന്നിട്ട്, അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു സംഭവ കഥയാണിത്. അപ്പോൾ അവിടെ ചെന്നെന്ത് ചെയ്തു, അവര് റൂം എടുത്തിട്ട് അതിരാവിലെ തന്നെ ആ ചേച്ചി എഴിച്ചു കുളിച്ചു, അമ്മയെ തൊഴാനായിട്ടുള്ള യാത്രയ്ക്ക് തയ്യാറായി. ഏകദേശം 3 മണി ആയപ്പോൾ തന്നെ ആ ചേച്ചി എഴിച്ച് റെഡിയായി. മക്കളെ ഒന്നും ഉണർത്തിയില്ല, ഹസ്ബൻഡിനെ ഉണർത്തിയില്ല. അവർ ഉറങ്ങട്ടെ എന്ന് കരുതി. കാരണം ഒത്തിരി യാത്രയൊക്കെ ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെയൊന്നും ശല്യം ചെയ്യണ്ട, ഞാൻ പോയി തൊഴുതിട്ട് വന്നിട്ട് അവരെയും കൊണ്ടുപോകാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ നട 5 മണിക്കല്ലേ തുറക്കൂ. പക്ഷെ ആ ചേച്ചിക്ക് അത് അറിയില്ലായിരുന്നു 5 മണിക്കാണ് നട തുറക്കുന്നത് എന്ന്. ആ ചേച്ചി എന്ത് ചെയ്തു, 3:30 ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി. അന്ന് ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളോ കടകളോ ഒന്നും ഉള്ള സ്ഥലമായിരുന്നില്ല മൂകാംബിക ക്ഷേത്രം. അന്ന് കുറച്ച് വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു മൂകാംബിക ദേവിയുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. റൂമിൽ നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു, നടന്നു തുടങ്ങി. നല്ല ഇരുട്ടുണ്ട്, മനസ്സിൽ ഭയം നിഴലിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേവി മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്ന ചേച്ചി ആയതിനാൽ തന്നെ അമ്മ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം ആ ചേച്ചിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പിറകിൽ നിന്നൊരു വിളി കേട്ടു, മകളെ എന്നുള്ള വിളി. ആ ചേച്ചി തിരിഞ്ഞു നോക്കി. നല്ല പ്രായമുള്ള ഒരു അമ്മ, ചുണ്ടുകളിൽ മുറുക്കാൻ ചവച്ചതിന്റെ ചുവന്ന നിറവും ഉണ്ടായിരുന്നു. കാവി സാരി ആയിരുന്നു വേഷം, തലയിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ആ അമ്മ അടുത്ത് വന്നപ്പോ ഒരു വല്ലാത്തൊരു സുഗന്ധം അവിടെ എങ്ങും അനുഭവപ്പെട്ടു ആ ചേച്ചിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. ചേച്ചി അമ്മയോട് പറഞ്ഞു, അമ്മയും അമ്പലത്തിലേക്കാണോ എന്ന് ചോദിച്ചു. മലയാളത്തിലായിരുന്നു ആ അമ്മ സംസാരിച്ചത്. അതെ മകളെ, ഞാനും അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ മകൾ എന്തിനാണ് ഇപ്പോഴേ പോകുന്നത്? ഇപ്പോൾ നട തുറക്കാനുള്ള സമയമായില്ലല്ലോ. 5 മണിക്ക് അമ്മയുടെ നട തുറക്കൂ, അത് അറിയില്ലായിരുന്നു മോൾക്ക് എന്ന് ആ അമ്മ ചോദിച്ചു. അപ്പോഴാ ചേച്ചി പറഞ്ഞു, അറിയില്ലമ്മേ, ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. അപ്പോഴും അമ്മ പറഞ്ഞു, മോൾ എൻ്റെ കൂടെ പോന്നോളൂ, ഞാൻ അമ്പലത്തിലോട്ടാണ്, മോളെയും ഞാൻ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് നടന്ന് അമ്പലത്തിലെത്തി. അപ്പോൾ ഏകദേശം നട തുറക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ എന്ത് ചെയ്തെന്ന് അറിയോ, അമ്മ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നു. അവരുടെ സംസാരത്തിനിടയിൽ ആ അമ്മ മൂകാംബിക ദേവിയുടെ ഐതിഹ്യങ്ങളും കഥകളും എല്ലാം ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിത്യവും ദേവി മഹാത്മ്യം വായിക്കാറുണ്ട് അല്ലേ എന്ന് ചോദിച്ചു. ആ ചേച്ചിക്ക് അത്ഭുതം തോന്നി. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? മോളുടെ മുഖം കണ്ട തന്നെ അറിയാലോ, അമ്മയെ അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ സൂര്യോദയത്തിന് മുന്നേ തന്നെ എഴിച്ചു കുളിച്ച് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൂടെ അമ്മയെ തൊഴാനായിട്ട് വന്നത്. അപ്പോഴാ ചേച്ചിക്ക് ആകാംക്ഷ കൂടി. ചേച്ചി ചോദിച്ചു, അമ്മ എവിടുന്നാ? അമ്മ ഇവിടെ ഉള്ളതാ എന്ന് ചോദിച്ചു. അപ്പോഴമ്മ പറഞ്ഞു അത്രേ, ഞാൻ ഇവിടേക്ക് തന്നെ ഉള്ളതാണ്. പിന്നെ മലയാളം പറയുന്ന കാര്യമാണെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിലെ മലയാളം അറിയാത്ത ആരാണുള്ളത് എന്ന് തന്നെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. ഒത്തിരി സമയം അവരവിടെ ഇരുന്ന് അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു, മൂകാംബിക ദേവിയെക്കുറിച്ച്. അങ്ങനെ അടിക വന്നു, നട തുറന്നു. നടയിൽ നിന്നു അമ്മയുടെ സ്വയംഭൂലിംഗ അഭിഷേകം എല്ലാം നന്നായിട്ട് തൊഴാൻ ചേച്ചിക്ക് കഴിഞ്ഞു. അത് മാത്രമല്ല, ഗോപൂജയും എല്ലാം തൊഴാനായിട്ട് സാധിച്ചു. പിന്നെ തൊഴുതിട്ടെല്ലാം ഇറങ്ങിയപ്പോൾ ആ അമ്മയെ അവിടെ എന്നും കാണാനും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോഴാ ചേച്ചിക്ക് മനസ്സിലായി, അത് സാക്ഷാൽ മൂകാംബിക ദേവി തന്നെ ആയിരിക്കും. അല്ലാതെ ആരാണ് ആ സമയത്ത് ആ ചേച്ചിക്ക് ഒരു വഴികാട്ടിയായിട്ട് വരാൻ സാധിക്കുന്നത്? ആർക്കാണ് സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ അത് അമ്മ തന്നെയാണ്, 100% അത് അമ്മ തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ
അമ്മയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ അമ്മയെ വിശ്വസിക്കുന്നു, അമ്മയെ കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമ്മളൊരു നിമിത്തമാകുന്നെങ്കിൽ അതിലും വലിയ പുണ്യം എന്താണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അനുഭവം പ്രചോദനമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മക്കളെയും അമ്മ ഒരുപാട് സ്നേഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യുക എല്ലാവരും പറ്റുന്ന രീതിയിൽ. ഞാനിപ്പോൾ ഈ അമ്മയുടെ ദേവി മഹാത്മ്യ വായിച്ചു തുടങ്ങി. പിന്നെ 2-3 വട്ടേ വായിച്ചിട്ടുള്ളൂ കേട്ടോ. വായിച്ചു തുടങ്ങി പിന്നെ എനിക്ക് മുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ പോകുന്നതിന് മുന്നേ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് കാണും അല്ലേ, അത് സത്യമാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ. അമ്മേ നാരായണ.